നെക്സ്റ്റ് ഒരു തിയറം നോക്കാം. എവറി ഗ്രൂപ്പ് ഓഫ് പ്രൈം ഓർഡർ ഈസ് സൈക്ലിക്. അതായത് പ്രൈം ഓർഡർ വരുന്ന എല്ലാ ഗ്രൂപ്പുകളും സൈക്ലിക് ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം എന്താണ് ഓർഡർ എന്നറിയണം. ഓർഡർ ഓഫ് എ ഗ്രൂപ്പ് എന്താ? നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദാറ്റ് ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിലുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സിനെയാണ് നമ്മൾ ഓർഡർ എന്ന് പറയുക. ഇനി എന്താ സൈക്ലിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലുള്ള ഒരു എലമെൻറ്റ് വെച്ച് ബാക്കിയുള്ള എല്ലാ എലമെൻറ്റ്സിനെയും ജനറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെയാണ് എന്ത് പറയുക? സൈക്ലിക് ഗ്രൂപ്പ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ? പ്രൈം ഓർഡർ വരുന്ന എല്ലാ ഗ്രൂപ്പുകളും സൈക്ലിക് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ലെറ്റ് ജി ബി എ ഗ്രൂപ്പ് ഓഫ് ഓർഡർ പി വെർ പി ഈസ് എ പ്രൈം. നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. ജി എന്ന് പറയുന്നതാണ് ഗ്രൂപ്പ്, അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് പി ആണ്. പി ഒരു പ്രൈം നമ്പറാണ്. പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സ്റ്റാർട്ട് ചെയ്യുന്നത് 2-ൽ നിന്നാണ്. പിന്നെ നമുക്കതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, വേറൊരു നമ്പർ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 1ഉം അതേ എലമെൻറ്റ് കൊണ്ടും മാത്രമേ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റൂ. അങ്ങനത്തെ നമ്പേഴ്സാണ് പ്രൈം നമ്പേഴ്സ്. അപ്പോൾ ഇവിടെ പി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആയിരിക്കും, കാരണം പ്രൈം നമ്പർ ആയതുകൊണ്ട്. ഇനി ജി മസ്റ്റ് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് 2 എലമെൻറ്റ്സ്. അതായത് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്. അപ്പോൾ ഇവിടെ 2 ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ അറ്റ്ലീസ്റ്റ് എന്തുണ്ടാവും? 2 എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ ഒരു എലമെൻറ്റ് എന്തായാലും ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിരിക്കും, കാരണം എന്താ? അതൊരു ഗ്രൂപ്പാണ്. അപ്പോൾ ഗ്രൂപ്പിൽ ഐഡൻറ്റിറ്റി എലമെൻ്റ് അല്ലാത്ത ഒരു എലമെൻറ്റ് അവിടെ എന്തായാലും എക്സിസ്റ്റ് ചെയ്യും. അതിനെയാണ് എ എന്ന് വിളിച്ചത്. അതാണ് ദെയർ എക്സിസ്റ്റ് ആൻ എലമെൻറ്റ്സ് എ belongs to G such that A not equal to E where E is the identity element. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സബ് ഗ്രൂപ്പ് എടുക്കുകയാണ്. സബ് ഗ്രൂപ്പിൻ്റെ പ്രത്യേകത ഇതാണ്. എ എന്ന് പറയുന്ന എലമെൻറ്റ് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പാണ് എച്ച്. അതാണ് ഇവിടെ ലെറ്റ് ഓർഡർ ഓഫ് എ ഈക്വൽ ടു എം. ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള എ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഓർഡർ എം ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എച്ച് ഇസ് ഈക്വൽ ടു നമ്മൾ എടുക്കുന്നത് ഒരു സൈക്ലിക് സബ് ഗ്രൂപ്പാണ്, അതായത് ജനറേറ്റഡ് ബൈ എ വഴി ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പിനാണ് എച്ച് എന്നായിട്ട് എടുത്തിട്ടുള്ളത്. അതായത് അതിലുള്ള എലമെൻറ്റ്സ് എ സ്ക്വയർ, അതായത് എയുടെ ഓരോ പവർ എ വെച്ചിട്ടാണ് അതിലുള്ള എല്ലാ എലമെൻറ്റ്സിനെയും ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓർഡർ ഓഫ് എച്ച് എന്ന് പറയുന്നത് ഈക്വൽ ടു എം ആയിരിക്കും. അതിൻ്റെ കീ ഐഡിയ അവിടെ എഴുതിയിട്ടുണ്ട്. അതായത് ഓർഡർ ഓഫ് എ ഈക്വൽ ടു ഓർഡർ ഓഫ് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ. ഇതിങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. അതായത് നമ്മൾ എ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ആ എലമെൻറ്റിൻ്റെ ഓർഡർ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് ഓർഡർ ഓഫ് എച്ച് ഈസ് ഈക്വൽ ടു എം, കാരണം ഇവിടെ ഓർഡർ ഓഫ് എ ഈക്വൽ ടു എം എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി അത് വരെ ഓക്കെയാണ്. ഇനി എച്ച് എന്ന് പറയുന്നത് സബ് ഗ്രൂപ്പ് ഓഫ് ജി ആണ്. അങ്ങനെയാണെങ്കിൽ ബൈ ലഗ്രാഞ്ചസ് തിയറം നമുക്ക് എന്ത് പറയാം? ഓർഡർ ഓഫ് എച്ച് ഡിവൈഡ്സ് ഓർഡർ ഓഫ് ജി. ഇന്നലെ പഠിച്ചതാണ് അല്ലേ? ഇവിടെ ഓർഡർ ഓഫ് എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? എം ആണ്. ഓർഡർ ഓഫ് ജി എന്ന് പറഞ്ഞാൽ പി ആണ്. ദാറ്റ് മീൻസ് എം ഡിവൈഡ്സ് പി. എം പീനെ ഡിവൈഡ് ചെയ്യും. ഓക്കെ, ദർ ഈസ് 2 പോസിബിലിറ്റീസ് ഫോർ എം, ദാറ്റ് ഈസ് 1 ആൻഡ് പി. കാരണം എന്താ? പീനെ എം ഡിവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. പി ഡിവൈഡ്സ് എം. പി എന്ന് പറയുന്നത് എന്താ? ഒരു പ്രൈം നമ്പറാണ്. പ്രൈം നമ്പറിനെ ഏതുകൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റൂ? ഒന്നില്ലെങ്കിൽ 1 അല്ലെങ്കിൽ സെയിം നമ്പർ കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റൂ. അതാണ് ഇവിടെ ദർ ഈസ് 2 പോസിബിലിറ്റീസ് എന്ന് പറയുന്നത്. 1 ആൻഡ് there is 2 possibilities, that is 1 and p. ഒന്നില്ലെങ്കിൽ 1 ആയിരിക്കും, അല്ലെങ്കിൽ p ആയിരിക്കും. പക്ഷേ സിൻസ് p is a prime and a is of order at least 2, അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് അറ്റ്ലീസ്റ്റ് 2 എലമെൻറ്റ്സ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ എന്തായാലും 1 വരില്ല. അപ്പോൾ എന്ത് തന്നെ ആയിരിക്കും? p തന്നെ ആയിരിക്കും. അതായത് ജിയിലുള്ള എലമെൻറ്റ്സ് തന്നെയാണ് ഇവിടെ ഉള്ളത്, എച്ചിലുള്ളത്. എച്ച് എന്ന് പറയുന്ന സബ് ഗ്രൂപ്പ് എന്താ? ഇറ്റ് ഈസ് ജനറേറ്റഡ് ബൈ എ ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പാണ് ജി. അപ്പോൾ ജിയിലുള്ള സെയിം പി തന്നെയാണ് രണ്ടിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദിസ് ആൻഡ് ദാറ്റ് ഈസ് സെയിം. സോ എന്ത് പറയാം? എ തന്നെയാണ് ജനറേറ്റഡ് ബൈ ജിനെ ജനറേറ്റ് ചെയ്യുന്നതും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് പറയാം? ജി സൈക്ലിക്.